ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. മതിലകം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് മാസങ്ങളായി കുടിവെള്ള വിതരണം താറുമാറായ അവസ്ഥയിലാണ്. വാട്ടർ അതോറിറ്റിയുടെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ പൊട്ടിയും ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് മൂലവും ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളത്തിന്റെ പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20-25 ദിവസമായി പല മേഖലയിലും കുടിവെള്ളം എത്തുന്നില്ല. പ്രത്യേകിച്ചും കനോലി കനാലിന്റെ തീരമേഖല എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമുള്ള മേഖലയാണ്. അവിടെ ഈ കുടിവെള്ളം എത്തിയാൽ തന്നെ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം കുടിവെള്ളം എത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 20 ദിവസം കുടിവെള്ളം എത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, 10 ദിവസം മുമ്പ് ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു. 18-ാം തീയതി തൊട്ട് 10 ദിവസം കുടിവെള്ളം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് എന്താ? അതിനു മുമ്പ് ഈ പറഞ്ഞ വീടുകളിലൊക്കെ 10 ദിവസത്തേക്ക് കുടിവെള്ളം സ്റ്റോർ ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളുടെ മേഖലയിലൊന്നും കഴിഞ്ഞ ദിവസം നൂല് പോലെ കുറച്ച് വെള്ളം വന്നതല്ലാതെ, അത് മുഴുവൻ മേഖലയല്ല, കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം കിട്ടി. ബാക്കിയുള്ള മേഖലകളിൽ 4-5 ദിവസം പമ്പ് ചെയ്താൽ മാത്രം കിട്ടുന്ന മേഖലയിൽ ഇതുവരെ കുടിവെള്ളം എത്തിയിട്ടില്ല. ഇന്നലെയാണ് 2-3 ബക്കറ്റ് വെള്ളം അവർക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. ഇവരൊക്കെ കുടിവെള്ളം കിട്ടാതെ പലപ്പോഴും ബന്ധുവീടുകളിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ, അലക്കൽ, കുളിക്കലൊക്കെ ചെയ്തു വരുന്നത്. വാട്ടർ അതോറിറ്റി ഒരു പരിശോധനയും കൃത്യമായിട്ട് നടത്തുന്നില്ല. ഈ വെള്ളം 6 ദിവസം കൂടുമ്പോൾ വിടുന്നത് മാത്രമല്ല, പല സ്ഥലത്തും പൈപ്പ് പൊട്ടിയിട്ടും ആ പൊട്ടിയ പൈപ്പ് കൃത്യമായിട്ട് എന്താണ് പൊട്ടൽ, എവിടെയാണ് വെള്ളം പോകുന്നതെന്ന് പരിശോധിക്കാനോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ഇതിനിടെ കിഫ്ബി പദ്ധതി പ്രകാരം കാലാഹരണപ്പെട്ട പൈപ്പുകൾക്ക് പകരം പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി തുടർച്ചയായി 10 ദിവസം കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അറിയിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. പിന്നെ അവിടെയുള്ളത് പാടില്ലാത്ത ആൾക്കാരൊക്കെ തന്നെയാണ്. റോട്ടിൽ ഒരു വെള്ളം കൊണ്ട് തന്നാലും അത് കൊണ്ടുപോകാൻ പറ്റണില്ല. എൻ്റെ നാത്തൂനൊക്കെ വയ്യാതിരിക്കുന്നതാണ്. പിന്നെ ഒരു മരണ വീടിൻ്റെ അടുത്ത് തന്നെ, അവിടെ ഇഷ്ടം പോലെ വെള്ളം മേടിച്ചു കൂട്ടുന്നു. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇന്നലെ മാത്രമാണ് ഒരു ഇത്തിരി വെള്ളം വന്നത്. അതൊന്നും കാര്യമില്ല. വീടടയ്ക്കാൻ പോകില്ല. വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1-2 സ്ഥലത്ത് മാത്രം വെള്ളം എത്തും. ബാക്കി ഇങ്ങനെ കുറച്ച് ജനങ്ങൾ തിങ്ങി പാർക്കുന്നൊരു കോളനി ഉണ്ട് എൻ്റെ വാർഡിൽ. അവിടെ ഉള്ള ആളുകൾക്ക് ഇതുവരെ വെള്ളം കിട്ടാണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം താങ്കലിൽ അടിച്ചു കൊടുത്തു. പക്ഷേ ഈ ചെറിയ വഴികളൊന്നും ഒരുക്കി, അതായത് പ്രായമായ ആൾക്കാർക്കൊന്നും വെള്ളം കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് അവർക്കൊന്നും വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല. 20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും 2 ദിവസം കുടിവെള്ളം എത്തിച്ചതിന് ശേഷം പമ്പിങ് നിർത്തിവെച്ചാൽ മതിയെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇവർ പറയും പമ്പ് ചെയ്യുന്ന സമയത്ത് വന്ന് നോക്കാന്ന് പറയും. പമ്പ് ചെയ്യൽ എപ്പോഴും രാത്രിയാണ്. രാത്രി പമ്പിങ് നേരെ വിളിച്ച് വീണ്ടും പൊട്ടിയെന്ന് പറഞ്ഞിട്ട് അടയ്ക്കും. വീട്ടുകളിൽ വന്ന് നോക്കാൻ പറ്റുന്നില്ല. റോഡിൻ്റെ അപ്പുറത്ത് വെള്ളം കിട്ടുന്നത്, റോഡിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ വാർഡിൽ വെള്ളം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിലുള്ള പരാതിയാണ് വരുന്നത്. ഇവർ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് നോക്കി അതിൻ്റെ പൈപ്പുകൾ സമയാസമയം മാറ്റി, അല്ലെങ്കിൽ എവിടെയാണ് വാൾവുകൾ തകരാറ്, അത് നോക്കിയാലല്ലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു നടപടിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നില്ല. സംഭവം അറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. മേഖലയിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് ടാങ്കറിലൂടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമെന്നും വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത ഇടങ്ങളിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകി. മഴക്കാലത്തിന് മുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്ന പണികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് വാട്ടർ അതോറിറ്റി സമരക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ പി മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, നസീമ നൌഫൽ, ബീന റഹീം, പ്രദേശവാസികളായ റീന സഹദേവൻ, ഓമന പാലപ്പറമ്പിൽ, പൊതുപ്രവർത്തകരായ അഖിൽ പി മേനോൻ, മുജീബ് കാട്ടുപറമ്പിൽ, ഷറഫു മഠത്തിൽ, ഷെമിദൻ NMM, ജോഷി വടക്കുംചേരി എന്നിവർ സംസാരിച്ചു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോനെക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, 3 പീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.